ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു വട്ടയപ്പം തയ്യാറാക്കിയാലോ. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് അല്പം ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കിയെടുക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മണിക്കൂർ പച്ചരി കുതിർത്ത് വെച്ചായിരുന്നു. അത് അല്പം ഇട്ട് കപ്പി കാച്ചാനായിട്ട് അല്പം അരച്ചെടുക്കുക. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇതാ മാവ് കുറുക്കിയെടുക്കുകയാണ് കപ്പി കാച്ചാനായിട്ട്. ഇങ്ങനെ അത് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതായിപ്പോൾ ശർക്കരപ്പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലെ അഴുക്കെല്ലാം കളയാനായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ശർക്കരപ്പാനി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കഴുകിയ പച്ചരി ഇട്ട് കൊടുക്കുക. ഇവിടെ 3 ഗ്ലാസ് പച്ചരി ആയിരുന്നു ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ അല്പം എടുത്താണ് കപ്പി കാച്ചിയത്. ഇനി അതിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം 3 സ്പൂണ് അവിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് പിന്നെ 2 പിടിയോളം തേങ്ങയും ചേർത്തിട്ട് അതിലേക്ക് അല്പം ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണേ. വെള്ളമൊന്നും ചേർക്കേണ്ട, ശർക്കരപ്പാനി തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതാ തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള പച്ചരിയും നേരത്തെ കപ്പി കാച്ചി വെച്ചിരുന്നതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാക്കി വന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തം 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് തരിയില്ലാതെ അരച്ചെടുക്കാം. അങ്ങനെ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇനി അതിലേക്ക് അല്പം ഏലക്കായും ചെറിയ ജീരകവും കൂടെ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മാവ് നല്ല പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് ഇളക്കാതെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഇതാ മാവ് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനാണ്. അങ്ങനെ ഒരു കേക്ക് ടിന്നാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏത് റൗണ്ട് ഷേപ്പുള്ള എന്ത് വേണമെങ്കിലും എടുക്കുക. മാത്രം ഇപ്പോൾ കേക്ക് ടിന്നിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 4 സ്പൂണ് മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അത് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇഡ്ഡലി പാത്രം നേരത്തെ ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് തയ്യാറാക്കിയത് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ ഇതാ ഇനി ഒന്ന് തയ്യാറായ വെന്തോന്ന് ഉള്ളൊക്കെ വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇറുക്കിളി എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കുവാണ്. അങ്ങനെ ഇതാ ഇപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തയ്യാറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. 4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ശർക്കര ചേർത്തുണ്ടാക്കിയോണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.